ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അനുനാഗിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ്. അപ്പോൾ അനുനാഗി എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നായിരുന്നു. പക്ഷേ അനുനാഗി പുരാതന സുമേറിയൻ ദേവന്മാരാണോ അതോ അന്യഗ്രഹ ജീവികളാണോ? അത് നമുക്കിന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ദുരൂഹതയും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അനുനാഗി എന്നാണ് അതിന് പറയുന്നത്. അനുനാഗി എന്ന പേര് കേൾക്കുമ്പോൾ പലവർക്കും ആദ്യം ഓർമ്മ വരുന്നത് അന്യഗ്രഹ ജീവികളെയാണ്, അല്ലേ? അതായത് അന്യഗ്രഹ ജീവികളെ പോലെ ഏകദേശം ഇരിക്കും. മിക്ക ചിത്രങ്ങളിലും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ചിലരൊക്കെ പറയുന്നത് അവർ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിൽ വന്നതാണെന്നാണ്. എന്നാൽ മറ്റു ചിലവർ വിശ്വസിക്കുന്നതോ അവർ മനുഷ്യരാശിയെ സൃഷ്ടിച്ചിരുന്നതാണെന്നും പുരാതന സംസ്കാരങ്ങളിൽ അറിവ് നൽകിയവരാണെന്നും ആണ് അവരൊക്കെ പറയുന്നത്. പക്ഷെ ചരിത്രം എന്താണ് പറയുന്നത്? പുരാതന വസ്തുശാസ്ത്രം എന്താണ് പറയുന്നത്? യഥാർത്ഥത്തിൽ അനുനാഗി ആരായിരുന്നു? അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോകത്തിലേക്ക് ഒരു യാത്ര ചെയ്യാം. അതായത് 5000 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ആ ഒരു കഥയിലേക്ക് നമുക്ക് അലിഞ്ഞു ചേരാം. ഞാൻ അതിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മെസപ്പൊട്ടേമിയ അതറിയാമല്ലോ, സംസ്കാരത്തിൻ്റെ തൊട്ടിൽ. എന്താണ് ഇന്നത്തെ ഇറാഖ്, സൈറിയ എന്നിവയുടെ ഭാഗങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊക്കെ ഈ ഒരു പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പുരാതന മെസപ്പൊട്ടാമിയ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം മെസപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികൾക്കിടയിൽ ഉള്ള ഭൂമി എന്നാണ്, അല്ലേ? 2 നദികൾക്കിടയിലുള്ള ഒരു ഭൂമി എന്നാണ് മെസപ്പൊട്ടാമിയ അറിയപ്പെടുന്നത്. അപ്പം ഈ 2 നദികൾ ഏതൊക്കെയായിരിക്കും? ഞാൻ പഠിച്ചിട്ടുണ്ട്. ടിഗ്രിസ് റിവറും അതുപോലെ തന്നെ യൂഫ്രേറ്റസ് റിവറും. എനിക്കതിപ്പോഴും ഓർമ്മയുണ്ട്. ടിഗ്രിസ് റിവറും യൂഫ്രേറ്റസ് റിവർ. അതെ, ഈ 2 റിവേഴ്സ് ഞാൻ പണ്ട് കാലത്ത് ഞാൻ പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 റിവേഴ്സിനെ കുറിച്ച് എനിക്കറിയാം, യൂഫ്രേറ്റസും അതുപോലെ തന്നെ ടിഗ്രിസും. അപ്പോൾ ഈ 2 റിവറിൻ്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതാണ് ഈ 2 നദിയാണ് ഈ മെസപ്പൊട്ടാമിയയുടെ അർത്ഥമാക്കുന്നത്. ഈ നദികളുടെ തീരങ്ങളിലാണ് ലോകത്തിലെ ആദ്യ നഗര സംസ്കാരങ്ങൾ രൂപപ്പെട്ടത്. അവയിൽ ഏറ്റവും പഴക്കമുള്ള പ്രധാനമാണ് ഏത്? സുമേറിയൻസ്. സുമേറിയൻസ് ആണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനമേറിയത്. അപ്പോൾ ഈ സുമേറിയക്കാരെങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? സുമേറിയക്കാരെങ്ങനെയുള്ളവരാ? അവരാണ് ഈ എഴുത്ത് സംവിധാനം വികസിപ്പിച്ചത് സുമേറിയൻസ് ആണ്. അവരാണ് ഈ നഗരങ്ങൾ, ഓരോരോ നഗരങ്ങൾ അവരാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഓരോരോന്നിൻ്റെ നിയമങ്ങൾ അവർ രൂപപ്പെടുത്തി. ജ്യോതിഷ ശാസ്ത്രം പഠിച്ചു. പിന്നെന്ത് ചെയ്തു? അവർ ക്ഷേത്രങ്ങൾ പണിതു. ഇതൊക്കെയാണ്. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഈ സുമേറിയക്കാരെന്ന് പറഞ്ഞാൽ തന്നെയും അവർ എപ്പോഴും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇതുകൊണ്ടാണ് സുമേറിയൻ സംസ്കാരത്തെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ തന്നെ സംസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. ഈ ഒരു സംസ്ഥാനം തന്നെയാണ് ഇത്രയും വലിയ ഈ കലാശ്രേഷ്ഠിയിൽ ഇത്രയും മികച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സുമേറിയക്കാർ ഇപ്പോഴും അറിവും അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിനും അവർക്ക് ഒരു ബോധം ഉണ്ടായിരിക്കുന്ന വ്യക്തികളാണ് അവർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ഈ അനുനാഗി? അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ അനുനാഗി എന്ന് പറയുന്നത് സുമേറിയൻ ഭാഷയിൽ നിന്നും രൂപപ്പെട്ടതാണ്. അനുനാഗി എന്ന വാക്കിൻ്റെ അർത്ഥം സുമേറിയൻ ഭാഷയിൽ നിന്നും രൂപപ്പെട്ടതാണ്. ഇത് സാധാരണയായി ആകാശ ദേവനായ അനുവിൻ്റെ സന്തതികൾ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആകാശത്തിൻ്റെ ദേവനായ അനുവിൻ്റെ സന്തതികൾ എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്ന അനുനാഗി രൂപപ്പെട്ടത്. ആകാശത്തിൻ്റെ